അലാറങ്ങളും സ്മാർട്ട് ഫോണുകളും ഗാഠമായ ഉറക്കത്തിൽ നിന്നും നമ്മളെ ഉണർത്തുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുൻപ് മനാമയിലെ ഓരോ വീടിന്റെയും ഉമ്മറപ്പടിയിൽ ഒരു സ്നേഹവിളി എത്തുമായിരുന്നു. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഇടുങ്ങിയ വീഥികളിലൂടെ താളാത്മകമായി മുഴങ്ങുന്ന ആ തപ്പുച്ചയും പതർച്ചയില്ലാത്ത ആ ശബ്ദവും ബഹ്റൈനികൾക്ക് വെറുമൊരു അറിയിപ്പായിരുന്നില്ല. അതൊരു നാടിന്റെ ഹൃദയമിടിപ്പായിരുന്നു. ഉറങ്ങുന്നവരെ, ദൈവത്തെ സ്മരിക്കൂ, അത്താഴത്തിനായി എഴുന്നേൽക്കൂ, വെള്ളം കുടിക്കാൻ മറക്കരുതേ. ആ വിളി കേട്ടാണ് ഓരോ കുടുംബവും പുലർച്ചെ അത്താഴത്തിനായി എഴുന്നേറ്റിരുന്നത്. പരമ്പരാഗതമായ ആ രാവിളിയുമായെത്തുന്ന മിസഹറിന് പിന്നാലെ കയ്യിൽ കൊച്ചു തപ്പുകളുമേന്തി ആവേശത്തോടെ ഓടിയിരുന്ന കുട്ടിക്കാലം ഓരോ ബഹ്റൈനിയുടെയും മായാത്ത ഓർമ്മയായിരിക്കും. അത് കേവലം ഭക്ഷണത്തിനായുള്ള ഉണർത്തലായിരുന്നില്ല, മറിച്ച് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ തന്റെ അയൽക്കാരനും സുഹൃത്തും വിശപ്പറിയാതെ നോമ്പെടുക്കണമെന്ന കരുതലിന്റെ വിളംബരം കൂടിയായിരുന്നു. റമദാൻ വിട പറയുന്ന പെരുന്നാൾ പുലരികളിൽ മിസഹർ ഓരോ വീടിനും പ്രിയപ്പെട്ടവനാകും. ഒരു മാസക്കാലം തങ്ങളെ കരുതലോടെ വിളിച്ചുണർത്തിയ ആ മനുഷ്യന് സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾ പെരുന്നാൾ സമ്മാനങ്ങൾ കൈമാറും. ആ വസ്ത്രങ്ങളിലും പുഞ്ചിരിയിലും ഒരു നാടിന്റെ മൊത്തം നന്ദിയും കടപ്പാടും ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇന്ന് അലാറങ്ങൾ കൃത്യമായി ശബ്ദിക്കുന്നുണ്ടാകാം, പക്ഷേ മിസഹറിന്റെ ആ വിളിയിലുണ്ടായിരുന്ന ആത്മബന്ധമൊന്നും അവയ്ക്കില്ല. എങ്കിലും മനാമയിലെ പൈതൃക സംഗമങ്ങളിൽ ഇന്നും മിസഹർ വേഷം അണിഞ്ഞൊരാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മുതിർന്നവരുടെ കണ്ണുകളൊന്ന് നിറയാറുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയൊരു കാലത്തിന്റെ പ്രിയമാകണമെന്നില്ല, മറിച്ച് സൗകര്യങ്ങൾക്കും ആധുനികതയ്ക്കും പകരമാവാത്ത വിശ്വാസത്തിന്റെയും ഒത്തൊരുമയുടെയും ആ പഴയ നന്മയുടെ ശബ്ദം ഇന്നും നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ആശ്വാസമായിരിക്കാം.